ക്രൂശിതനായ മിശിഹായുടെ സ്നേഹഭാജനങ്ങളെ, നോയമ്പ് കാലത്തെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മൾ എത്തി നിൽക്കുകയാണ്. ഉപവാസവും പ്രാർത്ഥനയും പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിൻ്റെ ജീവിതത്തിലൂടെയും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് പഴയ നിയമവും പുതിയ നിയമവും നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുന്നു. ഇതിന് മാതൃകയായി ഈശോ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉത്തമ മാതൃക നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. രണ്ടാമത്തെ ഈ വെള്ളിയാഴ്ച കർത്താവിൻ്റെ തിരുമരണോത്ഥാനങ്ങൾ കൂടുതലായി ധ്യാനിക്കുന്ന ഈ വെള്ളിയാഴ്ചയിൽ അധികാരത്തെക്കുറിച്ച് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സീറോ മലബാർ സഭയിലെ കുർബാനക്രമത്തിൽ നീ എന്തധികാരത്താലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഫരിസയരും വേദപണ്ഡിതരും മിശിഹായോട് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്നതിൻ്റെ പശ്ചാത്തലം കർത്താവ് ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്നതും അവിടെ നാണയമാറ്റക്കാരെയും പ്രാവ് വിൽപ്പനക്കാരെയും ഒക്കെ അവിടെ നിന്ന് പുറത്താക്കുന്നതും എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണമെന്ന് പ്രഖ്യാപിക്കുന്നതുമായ ആ സംഭവത്തിന് പിന്നാലെയാണ് ഈ ചോദ്യം ഈശോയോട് ചോദിക്കുന്നത്. ഞാൻ കുറേ കാലങ്ങൾ വിദേശത്ത് ജോലി ചെയ്യാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്തിരുന്ന പള്ളിയുടെ തൊട്ടടുത്ത് ഉള്ള പള്ളിയിൽ പുതിയ ഒരു പാസ്റ്റർ സ്ഥാനം കിട്ടി അങ്ങോട്ട് വന്നു. അച്ഛൻ്റെ ആദ്യത്തെ കുർബാനയിൽ, ഞായറാഴ്ച കുർബാനയിൽ ദൈവജനത്തോട് അച്ഛൻ ഇപ്രകാരം പറഞ്ഞു: ലുക്ക്, നൗ ഐ ആം യുവർ പാസ്റ്റർ. നിങ്ങളുടെ ഇടയൻ എന്ന തലത്തിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ ഇടയൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്? നൗ ഐ ക്യാൻ സേ നോ ടു മൈ ബിഷപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കിപ്പോൾ ഇടയൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ബിഷപ്പിനോട് നോ പറയാനായിട്ട് സാധിക്കും എന്നാണ് അദ്ദേഹം പള്ളിയിൽ വിളിച്ചു പറഞ്ഞത്. പാസ്റ്ററിൻ്റെ ഇടവകയിലെ കാലാവധി ഒരു നിശ്ചിത കാലത്തേക്കല്ല സാധാരണയായി ഇടയന്മാരെ വയ്ക്കുക. വിദേശങ്ങളിൽ 5, 10, 15, 20, 30 കൊല്ലങ്ങൾ ഒരിടവകയിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർമാരുണ്ട്. ആ നിലയ്ക്കാണ് എന്നെ ഒരു 4 കൊല്ലം കഴിഞ്ഞ് മാറ്റാൻ വന്നാൽ എനിക്ക് നോ പറയാൻ സാധിക്കും എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. ചുരുക്കി പറഞ്ഞാൽ പാസ്റ്റർ എന്നത് അധികാരമായിട്ട് അദ്ദേഹം കണ്ടു. അധികാരത്തിന് സ്വരം ഉയരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. നിർഭാഗ്യവശാൽ 1 or 2 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പാസ്റ്റർ ആ ഇടവകയിലെ വലിയ ഒരു പരാജയമായി മാറി. ഒന്നിനു പുറകെ മറ്റൊന്നായി ചെയ്യുന്നതെല്ലാം പരാജയങ്ങൾ. ആടുകളായ ജനങ്ങൾ അച്ഛനിൽ നിന്നും അകന്നു. അവസാനം ആ ഇടവകയിലെ പാസ്റ്റർഷിപ്പ് ഉപേക്ഷിച്ച് ആ വൈദികനെ മറ്റൊരു പള്ളിയിലേക്ക് വീണ്ടും ഞാൻ അസിസ്റ്റൻ്റായി ജോലി ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് പോകേണ്ടി വന്നു. ഇടയന്മാരായിട്ടുള്ളവർ അധികാരമുള്ളവരാണ്. ഈ അധികാരമുള്ളത് എപ്രകാരമായിരിക്കണമെന്നും ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സബദേപുത്രന്മാരോട് ഈശോ നൽകുന്ന മറുപടിയിൽ ഈശോ പറയുന്നുണ്ട്: വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനും വലിയവനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം എന്ന് ഈശോ പഠിപ്പിച്ചു. പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് ഈശോ പീലാത്തോസിന് നൽകുന്ന മറുപടിയും ശ്രദ്ധേയമാണ്. 19-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഉന്നതങ്ങളിൽ നിന്ന് നൽകപ്പെടുന്ന അധികാരം, ആ ഉന്നതങ്ങളിൽ നിന്ന് നൽകപ്പെടുന്ന അധികാരമാണ് ഈശോ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വിനിയോഗിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. രോഗികളെ സുഖപ്പെടുത്തുന്നതിലും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിലും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിലും
കഠിനപാപികളോട് ക്ഷമിക്കുന്നതിലൂടെയുമൊക്കെ ഉന്നതത്തിൽ നിന്ന് ലഭിച്ച ആത്മീയ അധികാരമാണ്. പിശാചിൻ്റെ മേലും അവൻ്റെ പ്രവർത്തനങ്ങളുടെ മേലുമുള്ള അധികാരമാണ് ഈശോ പ്രയോഗിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൗതികവും ആത്മീയവുമായ അധികാരങ്ങൾ കൈയാളുന്നവരാണ് നമ്മളൊക്കെ. മക്കളുടെ മേൽ മാതാപിതാക്കന്മാർക്കും, കുട്ടികളുടെ മേൽ അധ്യാപകർക്കും, ഇടവക ജനത്തിൻ്റെ മേൽ ഇടവക വികാരിക്കുമൊക്കെ അധികാരമുണ്ട്. ഈ അധികാരം എപ്രകാരമായിരിക്കണം നമ്മൾ വിനിയോഗിക്കേണ്ടത്? ഈശോയുടെ തിരുഹൃദയത്തിന് അനുയോജ്യമായ രീതിയിൽ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കരുണയുടെയും അടയാളമായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ അധികാരം ഒരാളെ ഞെരുക്കുന്നതിനോ തകർക്കുന്നതിനോ ഇല്ലായ്മ ചെയ്യുന്നതിനോ അല്ല, മറിച്ച് നമ്മുടെ ആത്മീയ അധികാരം പൈശാചിക പ്രവൃത്തികളുടെ മേലും പൈശാചിക ശക്തികളുടെ മേലും ദൈവം നൽകിയിരിക്കുന്ന അധികാരമാണ്. കുരിശിൻ്റെ ശക്തിയാലുള്ള അധികാരമാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്. അതേസമയം കരുണയോടെയും സ്നേഹത്തോടെയും വിനയത്തോടെയും ശുശ്രൂഷ ചെയ്യുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നമുക്ക് ഓർക്കാം. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായിരിക്കണം, വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ. അതുകൊണ്ടാണല്ലോ മാർപ്പാപ്പമാർ അറിയപ്പെടുന്നത് ദാസന്മാരുടെ ദാസൻ എന്ന നിലയിൽ. അവർക്ക് എത്രമാത്രം അധികാരമുണ്ടെങ്കിലും എളിമയോടെ വിനയത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന ആ ഇടയൻ്റെ, വലിയ ഇടയൻ്റെ ആ മാതൃക നമുക്കും അനുകരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ആരെയും വേദനിപ്പിക്കാതെ, ആരെയും നശിപ്പിക്കാതെ, എന്നാൽ പടുത്തുയർത്തുന്ന ഈശോയുടെ ആ നല്ല മനോഭാവം ഈ നോയമ്പ് കാലത്ത് പുലർത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി.